മുഹറം മാസം ഒരുപാട് ഉമ്മമാരൊക്കെ നോമ്പുകാരായിരിക്കും. അല്ലാഹുവേ അവരുടെയൊക്കെ നോമ്പുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. മുഹറം 1 മുതൽ 10 വരെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. വലിയ പ്രതിഫലമാണ്. മുഹറത്തിലെ ഒരു നോമ്പിന് തന്നെ വലിയ കൂലിയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. വസ്വാൻ എന്ന് പറയുന്നൊരു വലിയ മഹാനുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഖുർആൻ എടുത്തുകൊണ്ട് ഖുർആനിലേക്ക് നോക്കിയിരിക്കും. ഓതുക എന്ന ഉദ്ദേശത്തിലല്ല, ഖുർആൻ എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. നോക്കിയാൽ തന്നെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒന്നാണല്ലോ ഖുർആനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കൂലിയാണ്. ആ ഖുർആൻ എടുത്ത് ഓതാന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, അത്രമാത്രം കൂലിയുള്ള കാര്യമാണ്. നോക്കിയാ കൂലി കിട്ടുന്ന മറ്റൊന്നാണ് ഉമ്മന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ കൂലിയുണ്ട്. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ അതിന് വല്ലാത്ത കൂലിയാണ്. കഅബയിലേക്ക് നോക്കിയിരുന്നാൽ വലിയ കൂലിയാണ്. ഖുർആനിലേക്ക് നോക്കിയിരുന്ന വലിയ കൂലിയാണ്. പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കുമ്പോ വലിയ കൂലിയുണ്ട്. ആലിമീങ്ങളുടെ മുഖത്തേക്ക്, പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ വലിയ പ്രതിഫലമുള്ള അമലാണ്. ഈ ഗസ്വാൻ എന്ന് പറയുന്ന വലിയ മഹാൻ, അവര് എപ്പോഴും പരിശുദ്ധമായ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ടപ്പോ അവരുടെ ഉമ്മ ചോദിച്ചു, അല്ല മോനെ, എന്താ എപ്പോഴും ഇങ്ങനെ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണെന്ന? അപ്പോ ഗസ്വാൻ എന്ന് പറയുന്ന ഈ മഹാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. പ്രിയപ്പെട്ട ഉമ്മ, പരിശുദ്ധമായ ഖുർആനിൽ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് വലിയ സന്തോഷം തരുന്ന കാര്യങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ട്. നന്മകൾ ചെയ്താൽ വലിയ പ്രതിഫലം, സുഹൃതങ്ങൾ ചെയ്താൽ വലിയ കൂലി, നിസ്കരിച്ചാൽ വലിയ പ്രതിഫലം, നോമ്പനുഷ്ഠിച്ചാൽ വലിയ പ്രതിഫലം, തഖ്വയുള്ളവർക്ക് വലിയ പ്രതിഫലം, അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വലിയ റാഹത്താണ്, വലിയ പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു തെറ്റിലേക്ക് ഞാൻ പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കിയാൽ പിന്നെ എനിക്ക് ആ തെറ്റ് ചെയ്യാൻ തോന്നില്ല. കാരണം പരിശുദ്ധമായ ഖുർആനിൽ താക്കീദിന്റെ ഒരുപാട് ആയത്തുകളുണ്ട്. തെറ്റ് ചെയ്താൽ ശക്തമായ ശിക്ഷയുണ്ട്, തെറ്റ് ചെയ്താൽ വണ്ണമായ ശിക്ഷയുണ്ട് എന്ന് തുടങ്ങുന്ന ഒരുപാട് താക്കീദിന്റെ ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഖുർആൻ എടുത്തിട്ട് ആ താക്കീദിന്റെ ആയത്തുകൾ നോക്കിയാൽ പിന്നെ എനിക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല എന്ന് ഗസ്വാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ഞങ്ങളെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് തെറ്റിൽ നിന്ന് നീ വിട്ടു നിർത്തണേ അല്ലാഹ്. ഖുർആൻ എടുത്ത് ഓതാന്ന് പറഞ്ഞ വലിയ കൂലിയല്ലേ? ഇത് നോക്കിയിരിക്കണ എന്റെ മഹത്വപ്പ പറഞ്ഞു. ഓതാന്ന് പറഞ്ഞാൽ ഓതാൻ കഴിയാത്ത ആളുകളാണോ? ഓതോടുത്ത് ഖുർആനിലേക്ക് അല്പം നോക്കിയിരിക്കുക വലിയ കൂലിയാണ്. തെറ്റില്ലെന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും. ഖുർആനിലേക്ക് നോക്കുമ്പോ തന്നെ വലിയ കൂലി, ഓതിയാലോ വലിയ പ്രതിഫലം. പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മൾ നല്ലവരായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും. തെറ്റുകളുമായി ബന്ധപ്പെട്ട് ജീവിച്ചാലോ നമ്മൾ ആഖിറം പരാജയപ്പെട്ടു പോകും. അല്ലാഹു സലാമത്താക്കട്ടെ. സ്വർഗീയ അവകാശികൾ നരകക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വർഗത്തിൽ പ്രവേശിച്ചതായ ആളുകൾ നരകക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാ സലകകും ഫീ സഖർ, നിങ്ങൾ എന്ത് കാരണമാണ് നരകത്തിൽ പ്രവേശിച്ചത്? എന്ത് തെറ്റിന്റെ പേരിലാണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത്? നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവരാണല്ലോ, ഒരുമിച്ച് ഒരു നാട്ടുകാരായി കൂട്ടുകാരായി വളർന്നവരാണല്ലോ, ജീവിച്ചവരാണല്ലോ.
നമ്മൾ ഒരേ നാട്ടുകാരല്ലേ, എന്നിട്ടും ഞങ്ങൾ സ്വർഗത്തിലും നിങ്ങൾ എങ്ങനെ നരകത്തിലായി? മാ സലക്കകും ഫീ സഖർ, എന്തുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്ന് സ്വർഗക്കാര് ചോദിക്കുമ്പോ ഖാലൂ, ആ നരകത്തിന്റെ കൊടുംഭയാനകമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകക്കാര് പറയും, ഞങ്ങൾ ഈ നരകത്തിൽ പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ കാരണം, 4 കാരണങ്ങളാണ് അവരെണ്ണുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നു, ഞങ്ങൾ ഈ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കാത്തവരാണ്. മുഹറം എന്ന് പറയുന്ന ഈ മാസം ഒരു പുതുവർഷം, ഒരു പുതിയ ആരംഭം. നിസ്കാരം നിലനിർത്തിക്കൊണ്ടുള്ളൊരു ജീവിതം അല്ലാഹു നമുക്ക് നൽകട്ടെ. നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ്, വലിയ പാപമാണ്. വിശ്വാസികൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കൃത്യമായി നിസ്കരിക്കണം. എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാന്ന് കരുതരുത്. നിസ്കാരം അതിന്റെ വഖത്തിൽ സമയത്തു തന്നെ നിസ്കരിക്കണം. അങ്ങനെ ഉമ്മമാര് അടുക്കളന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാന്ന് വിചാരിക്കുമ്പോ അസറുവാൻ കൊടുത്തിട്ടുണ്ടാവും, പിന്നെ ളുഹറും അസറും കൂടിയാണ് ഒരുമിച്ച് നിസ്കരിക്കുക. അങ്ങനെ പാടില്ല. നിസ്കാരം അതിന്റെ കൃത്യമായ വഖത്തിൽ കൃത്യമായ സമയത്ത് നിസ്കരിക്കണം. അതിന് വലിയ പ്രതിഫലമാണ്. അത് കൃത്യമായി തന്നെ നിലനിർത്തണം. അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നുവല്ലോ, മാരകമായ രോഗം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയല്ലോ. അല്ലാഹു നമുക്ക് ഭക്ഷണം തരുന്നു, ആരോഗ്യം തന്നു, നല്ല മക്കളെ തന്നു. എല്ലാം നൽകിയ റബ്ബിന്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്ര ഹതഭാഗ്യരാണ്. പിന്നെ നമ്മൾ മുസ്ലിമാന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അല്ലാഹുവേ, കൃത്യമായി നിസ്കരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. എത്ര ഉമ്മമാരുണ്ടെന്നറിയോ പരാതി പറയുന്നവർ, ഉസ്താദേ ഭർത്താവ് നിസ്കരിക്കുന്നില്ല. ഭർത്താവിന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധല്ല ഉസ്താദേ, മക്കള് നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന എത്രയോ ഉമ്മമാരുണ്ട്. പഠിച്ചോനെ നല്ല മക്കളാക്കണം അല്ലാഹ്, നിസ്കരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. കൃത്യമായി നിസ്കരിച്ചു നോക്കി ജീവിതത്തിൽ തന്നെ എന്തൊരു റാഹത്താന്നറിയോ. കൃത്യമായി നിസ്കരിച്ചാൽ തന്നെ ജീവിതത്തിൽ വലിയൊരു ബറക്കത്താണ്, വലിയൊരു സന്തോഷമാണ്. അങ്ങനെ നിസ്കാരം നിലനിർത്തുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സുബഹിക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ സന്തോഷമാണ്, അതിന് വലിയ റാഹത്താണ്. ആ ഒരു സന്തോഷം മറ്റൊന്നിനും നമുക്ക് കിട്ടൂല. ആ സുബഹി നിസ്കാരമൊക്കെ കൃത്യമായി നിസ്കരിച്ച് നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയാൽ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അത് തന്നെ കാരണമാവും. കൃത്യമായി സുബഹിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ വലിയ തെറ്റിന്നൊക്കെ വിട്ടുനിൽക്കും. വലിയ വലിയ തെറ്റുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നൂല. അള്ളാഹു അദ്ദേഹത്തെ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തും. അള്ളാഹു നമുക്കൊക്കെ അങ്ങനത്തെ നല്ലൊരു ജീവിതം, കൃത്യമായി നിസ്കരിക്കുന്ന ഒരു ജീവിതം നൽകുമാറാവട്ടെ. അവ രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം കൃത്യമായി നിസ്കരിക്കാത്തതാണ്. ഇതൊക്കെ ഒരു പുതുവർഷത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനമായിട്ടോ. നല്ല നിസ്കരിക്കുന്ന, കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. മുഹറമിന്റെ ഈ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ തീരുമാനിക്കണം. നരകത്തിൽ പ്രവേശിച്ച ആളുകൾ സ്വർഗക്കാരോട് പറയുന്നത്, ഞങ്ങൾ നരകത്തിൽ കടക്കാനുള്ള രണ്ടാമത്തെ കാരണം വലം നകുനു തുഇമുൽ മിസ്കീൻ, വലം നകുനു തുഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണ്. പാവപ്പെട്ട സാധുക്കളായ ആളുകൾ ഞങ്ങളെ മുമ്പിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ അവർക്ക് ഭക്ഷണം നൽകാത്തവരാണ്. മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകാത്തവരാ. അത് കാരണം കൂടിയാണ് ഞങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത്. മൂന്നാമത്തെ കാരണം ഭക്ഷണം കൊടുക്കാന്നുള്ള വലിയ കൂലിയുള്ള കാര്യമാണ്. മിസ്കീന്മാർക്ക് എന്നല്ല, പാവപ്പെട്ട ആൾക്കാർക്ക് എന്തായാലും ഭക്ഷണം കൊടുക്കണം. ഇനി അതല്ല, സാധുക്കളൊന്നും അല്ലെങ്കിൽ പോലും ഭക്ഷണത്തിന് ആവശ്യമുള്ള ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്ത വലിയ കൂലി. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കൂലിയല്ലേ. മാത്രല്ല അയാളെ മനസ്സിൽ എത്ര സന്തോഷം ഉണ്ടാവും. നല്ല സുഭിക്ഷമായ ഭക്ഷണം കിട്ടിയാൽ
ഒരു സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല ഭക്ഷണം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ നല്ലൊരു ഭക്ഷണം ഒരാളെ ഭക്ഷിപ്പിച്ചാൽ അത് അയാളെ മനസ്സിന് വലിയൊരു സന്തോഷമാണ്. അത് മറക്കൂല, അയാൾ ദ്വാരക്കണമെന്നൊന്നുമില്ല. ആ ഒരു ഭക്ഷണം കൊടുക്കാന്നുള്ളത് തന്നെ വലിയ അമലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുത്താലിമീങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ, മുഅ്മിനീങ്ങളായ മനുഷ്യന്മാര് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് വന്ന് അവര് ദുആ ചെയ്യുമ്പോൾ എന്തൊരു കൂലിയാണ്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും കഴിയുന്ന ആളുകൾ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ നല്ല ഉഷാറാവാം. ചില വീട്ടിലേക്കൊക്കെ പോയാൽ അവർ വലിയ സൽക്കാരാണ്. അങ്ങനത്തെ വീടുകളിലേക്ക് പോകുമ്പോൾ തന്നെ എന്തൊരു റാഹത്താണ്. സൽക്കാരപ്രിയരായിരിക്കും. ഭക്ഷണം, വെള്ളം, ചായ, ആര് ആ സമയത്ത് വന്നാൽ ചായ കൊടുക്കേണ്ട സമയമാണ് ചായ കൊടുത്ത്, വെള്ളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് അല്ലാഹു നല്ല മനസ്സ് കൊടുത്ത ആളുകളാണ് അവർ. നമ്മളെ കൊണ്ട് കഴിയുന്ന എന്താണോ അത് കൊടുക്കണം. വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ വെള്ളം വേണോ, ചായ വേണോ എന്നൊക്കെ നമ്മൾ ചോദിക്കണം, അവർക്കത് കൊടുക്കണം. അതിലൊക്കെ വലിയ കൂലിയുണ്ട്. മുതഅല്ലിമീങ്ങൾ, ഇൽമു പഠിക്കുന്ന ആളുകൾ, ഹാഫിളീങ്ങൾ, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വലിയ കൂലിയുണ്ട്. ഈ മുഹറത്തിലൊക്കെ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, നമ്മളെ CM അക്കാദമി, ഹിഫ്ളുൽ ഖുർആൻ, ദഅവാ കോളേജിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവരുണ്ടല്ലോ, കൊടുത്തോളി. വലിയ കൂലിയുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹ്, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതിനൊക്കെ വലിയ കൂലി കിട്ടും. ഇനി ഇവിടെ തന്നെ കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും നല്ല സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കൊടുത്താൽ അതിനൊക്കെ വലിയ കൂലിയാണ്. അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ. മൂന്നാമതായി വകുന്നാ നുകല്ലിബു വകുന്നാ നഹൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണം അബദ്ധങ്ങൾ ചെയ്ത് ജീവിച്ചവരാണ്. ഹക്കിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടും സത്യത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കാൻ ആളുകളുണ്ടായി, സത്യം മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി, എന്നിട്ടും ഞങ്ങൾ അബദ്ധം ചെയ്തുകൊണ്ട് ജീവിച്ചവരാണ്. ഞങ്ങൾ അതിനൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന, ഹക്കിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, ആലിമീങ്ങൾ, ഉസ്താദുമാരൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ അവരുടെ വാക്കുകളൊക്കെ അവഗണിച്ചു. ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല. ഇതൊക്കെ ഒരു പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതല്ലെങ്കിൽ ഹക്കായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ നെവർ മൈൻഡ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത ആളുകൾ. സത്യത്തിലേക്ക് ക്ഷണിച്ചിട്ടും ഞങ്ങൾ അബദ്ധങ്ങൾ ചെയ്ത് ജീവിച്ചവരാണ്. ബദരീങ്ങളുടെ മഹത്വത്തെ നിസാരവൽക്കരിച്ചു, മഹാന്മാരുടെ മഹത്വത്തെ നിസാരവൽക്കരിച്ചു. ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ അതൊക്കെ വലിയ തെറ്റാണ് എന്ന് പറഞ്ഞ അബദ്ധങ്ങൾ ചെയ്ത് ജീവിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഒക്കെ അതിൽ പെട്ടു അല്ലെ. ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് തെറ്റാന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ വലിയ അബദ്ധാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ബദരീങ്ങളെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ സുന്നികളായ ആളുകൾ. ബദരീങ്ങളെ വിളിച്ചാൽ അല്ലാഹു തആല ബദരീങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. നമ്മൾ സുന്നികൾ അങ്ങനെയാണ്. അതുകൊണ്ട് ബദരീങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. ബദരീങ്ങളെ മൗലിദ് ചൊല്ലുന്നതിന് വലിയ മഹത്വമുണ്ട്. മഹാന്മാരെ മദ്ഹ് പറയുന്നതിന് വലിയ മഹത്വമുണ്ട്. ഇസ്തിഗാസ നടത്തുന്നതിന് വലിയ മഹത്വമുണ്ട്. തവസ്സുൽ ചെയ്യുന്നതിന് വലിയ മഹത്വമുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നവരാ നമ്മള്. ഇതിന് ബിദിനം പറ്റൂല, മൗലിദ് പറ്റൂല, മൗലിദെല്ലാം പറ്റൂല, ബദർ മൗലിദെല്ലാം പറ്റൂല, ബദരീങ്ങളെ വിളിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന പുത്തൻവാദികളുണ്ട്. അവർ അബദ്ധം ചെയ്യുന്നവരാണ്. അതിൽ പെട്ടുപോകാൻ പാടില്ല. ഹക്കിൽ നിന്ന് വിശ്വാസികളെ മാറ്റി നിർത്തുന്നവരാണ്. ബാത്തിലിലേക്ക് ക്ഷണിക്കുന്നവരാണ്. സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് അവർ. അതിൽ പെട്ടുപോകരുത്. നമ്മൾ മഹാന്മാരെ മുറുകെ പിടിച്ച് ജീവിക്കണം. നമ്മൾ പാപികളാണ്. പക്ഷേ തെറ്റ് ചെയ്യാതെ ജീവിച്ച ബദരീങ്ങളെ കൊണ്ട്, മഹത്തുക്കളെ കൊണ്ട്, മഹാന്മാരെ കൊണ്ട് നമ്മൾ അല്ലാഹു കൈച്ചിലാക്കിയാലോ? അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ മഹാന്മാരെ സ്നേഹിക്കണം, ബദരീങ്ങളെ സ്നേഹിക്കണം, മശായിഖന്മാരെ സ്നേഹിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാലാമത്തെ കാരണം, നരകത്തിൽ പ്രവേശിക്കാനുള്ള നാലാമത്തെ കാരണം, വകുന്നാ നുകല്ലിബു ബിയൗമിദ്ദീൻ,
ഞങ്ങൾ ഖിയാമത്ത് നാളിനെ കളവാക്കിയവരാണ്. ഈ ലോകം അവസാനിക്കും, ഒരു ഖിയാമത്ത് നാൾ വരാനുണ്ട്, ഈ ലോകത്തിനൊരു അവസാനം വരാനുണ്ട് എന്നതിന് ഞങ്ങൾ കളവാക്കിയവരാണ്. അങ്ങനൊരു സംഭവമൊന്നുമില്ല, ഖിയാമത്ത് നാളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഖിയാമത്ത് നാളിനെ ഞങ്ങൾ കളവാക്കിയവരാണ്, കളിയാക്കിയവരാണ്. മുസ്ലിയാക്കന്മാരും ഉസ്താദുമാരൊക്കെ ആഖിറത്തെ പറ്റിയും ഖിയാമത്ത് നാളിനെ പറ്റിയും മഹ്ശറിനെ പറ്റിയും ഹിസാബിനെ പറ്റിയും സിറാത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു തരുമ്പോ അതിന് ഞങ്ങൾ കളവാക്കിയവരാണ്, അതൊന്നും ഞങ്ങൾ വില കൊണ്ടില്ല, നിസ്സാരവൽക്കരിച്ചവരാണ്. തെറ്റ് ചെയ്താൽ നരകത്ത് പോവും, നന്മ ചെയ്താൽ സ്വർഗം കിട്ടും എന്നൊക്കെ പറയുമ്പോ അതിനൊക്കെ ഞങ്ങൾ കളവാക്കി, നിസ്സാരവൽക്കരിച്ചു. അവർ നാളെ നരകത്തിലായിരിക്കും. നരകക്കാര് പറയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ കടന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന ഉസ്താദുമാരെ ട്രോളുന്ന കാലഘട്ടം അല്ലെ. നല്ലത് ചെയ്താൽ ചീത്ത കേൾക്കാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ചീത്ത കേൾക്കേണ്ടി വരുന്നൊരു കാലഘട്ടം. ഖിയാമത്ത് നാളും മഹ്ശറയും ഹിസാബും സിറാത്തും ഒക്കെ പറയുമ്പോ ഒക്കെ മുസ്ലിയാക്കന്മാര് വെറുതെ ബഡായി പറയേണ്ടത്, ഉസ്താദുമാര് വെറുതെ ബഡായി പറയേണ്ടെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വെറുതെ അനാവശ്യങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ആഖിറം, ഖിയാമത്ത് നാൾ, സിറാത്ത്, മീസാൻ ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം അവസാനിക്കും. ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട്. നമ്മളെല്ലാവരും ഖബറിൽ കിടക്കേണ്ടവരാണ്, ആഖിറത്തിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ്. തെറ്റ് ചെയ്താൽ നരകത്തിൽ കടന്നുപോകും. അല്ലാഹു കാക്കട്ടെ. സ്വർഗീയ അവകാശികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അവരിങ്ങനെ ഖിയാമത്ത് നാളിനെ അവർ കളവാക്കി, അതിനെ നിസ്സാരാക്കി, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടന്നു. ഏതുവരെ എന്നറിയോ? ഹത്താ അത്താനൽ യഖീൻ, മരണം അവരെ പിടികൂടുന്നതുവരെ, മരണം അവരെ പിടികൂടുന്നതുവരെ അവരങ്ങനെ പറഞ്ഞു നടന്നു. അങ്ങനത്തെ ആളുകൾക്ക് നരകമാണ്, നരകമാണ്, നരകമാണ്. അല്ലാ, നീ ഞങ്ങളെ കാക്കണം അല്ലാ. അതുകൊണ്ട് ഉമ്മമാരെ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഈ മുഹറം അതിനുള്ള ഒരു അവസരമാണ്. നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം. നല്ലൊരു തുടക്കമാവട്ടെ. മുഹറമിൽ നല്ലൊരു സ്വഭാവം, നല്ലൊരു ജീവിതം, കൃത്യമായ നിസ്കാരം നമ്മളെ മക്കളൊക്കെ നമ്മളങ്ങനെ ശീലിപ്പിക്കണം. മഹാന്മാരെ പേരിൽ ഫാത്തിഹ ഓതിപ്പിക്കണം, ബദർ മൗലിദ് ചൊല്ലിപ്പിക്കണം. മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ നമ്മുടെ മക്കളെയും നമ്മൾ കൂടെ കൊണ്ടുപോകണം. അവർക്ക് മഹത്തുക്കളെ പറ്റി പറഞ്ഞു കൊടുക്കണം. നഫീസത്തുമാല ചൊല്ലിപ്പിക്കണം, മുഹിയുദ്ദീൻ മാല ചൊല്ലിപ്പിക്കണം. നമ്മുടെ മക്കൾക്ക് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് അത് ഇൽമിനാണ്, അറിവിനാണ്, ആത്മീയമായ വിദ്യാഭ്യാസത്തിനാണ്. എന്നാലേ നമ്മുടെ മക്കൾ നല്ല ധാർമ്മിക ബോധമുള്ള, അനുസരണയുള്ള, അച്ചടക്കമുള്ള മക്കളാവുകയുള്ളൂ. ഉമ്മയെ അനുസരിക്കുന്ന, ബാപ്പയെ അനുസരിക്കുന്ന, ഉസ്താദുമാരെ അനുസരിക്കുന്ന മക്കളാവണം. മദ്യപിക്കുന്ന, ചീത്ത സ്വഭാവമുള്ള, ലഹരി ഉപയോഗിക്കുന്ന മക്കളായാൽ എത്ര വശമുണ്ടാകൂ. അതുകൊണ്ട് നമ്മുടെ മക്കള് നന്നാവണോ. മഹാന്മാരോടുള്ള മഹബത്ത് മക്കളെ മനസ്സിൽ ഇട്ടുകൊടുക്കൂ. മുത്തുനബിയോടുള്ള മഹബത്ത് മക്കളെ മനസ്സിൽ ഇട്ടുകൊടുക്കൂ. അങ്ങനത്തെ മഹബത്തും ഇഷ്കുമുള്ള മക്കള് ഒരു തെറ്റിലേക്കും പോവില്ല. ഇടക്കിടെ മടവൂര് സിയാറത്ത് ചെയ്യിപ്പിക്കണോ, മമ്പുറത്ത് പോകണോ. അങ്ങനെ നമ്മുടെ മശായിഖന്മാര്, നമ്മുടെ മഹാന്മാര്, അവരെയൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് സിയാറത്ത് ചെയ്യിപ്പിക്കണം. അവർക്കൊക്കെ ഫാത്തിഹ ഓതിപ്പിക്കണോ. അവരുടെ ഒരു കാവലും നോട്ടവും നമ്മുടെ മക്കൾക്കുണ്ടാകോ.